ഹലോ മൈ ഡിയർ ഫുഡീസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാല. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിന് പറയേണ്ട, റെസ്റ്റോറൻറ്റിനെക്കാട്ടിലും 10 ടൈംസ് ബെറ്റർ ആയിരുന്നു. അപ്പം നിങ്ങൾ എൻ്റെ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കിയാൽ നല്ല ഫ്ലേവർഫുള്ളും ക്രീമി ആയിട്ടുള്ള സൂപ്പർ ചിക്കൻ ടിക്ക മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ അപ്പോൾ നമുക്കിത് തുടങ്ങാം. ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെ നല്ലപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈരും, പിന്നെ ഞാനിവിടെ ടിക്ക മസാല ഒരു 2 ടീസ്പൂൺ എടുക്കുന്നത് റെഡിമെയ്ഡ് മസാലയാണ്. നിങ്ങൾക്ക് ടിക്ക മസാല ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് എന്നിട്ട് ഒരു നാരങ്ങയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് തന്നെ മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ ഷാനിൻ്റെ ടിക്ക മസാലയാണ്. ഇത് നല്ലത്, നിങ്ങൾക്ക് ചാൻസ് കിട്ടിയ ഇതൊന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ മസാല ഇത്. പിന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് തുടങ്ങാം. സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ജീരകം, വറ്റൽമുളക്, നമ്മൾ ഹോൾ ഗരം മസാല, പിന്നെ 2 സവാള വലിയതായിട്ട് കട്ട് ചെയ്തിട്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചി എന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയും, പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും, പിന്നെ നമ്മുടെ തക്കാളി 2 വലിയ സൈസ് തക്കാളി, പിന്നെ ഒരു 10-15 കാഷ്യൂനട്ടും, നമ്മുടെ സ്പ്രിംഗ് അനിയൻസിൻ്റെ ലീവ്സ് ഇടുന്നുണ്ട്, അത് കംപ്ലീറ്റ്ലി ഓപ്ഷനല്ല. പിന്നെ മല്ലിയിലയുടെ തണ്ടില്ലേ, അതിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കസൂരി മേത്തി, ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഒരു 2-3 മിനിറ്റ്സ് നല്ലപോലെ കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ അത് എന്താ പറയുക, ബ്രൗൺ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് അതിനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഈ ടിക്ക മസാല ഇല്ലേ, ഇതൊരു 2-3 സ്റ്റേജായിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് ടൈം കൺസ്യൂമിങ്ങാണ്, എന്നാലും ടേസ്റ്റ് നെക്സ്റ്റ് ലെവലായിരിക്കും. അപ്പം മസാല നമ്മുടെ അനിയൻസും ടൊമാറ്റോസൊക്കെ തണുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സറിൻ്റെ പോട്ടിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ആ നേരത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് 2 സൈഡ് നല്ലപോലെ ഇതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3-4 സ്റ്റേജിൽ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യണം. ഈ ഒരു മസാല നമ്മളിപ്പം അരയ്ക്കാൻ പോയില്ലേ, ആ മസാല റെഡിയാക്കണം. പിന്നെ വീണ്ടും ഒരു മസാലയും കൂടെ റെഡിയാക്കണം. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ടേസ്റ്റ് കിട്ടും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. മസാല നല്ലപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ആ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലേ ആ റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റൈല് വരത്തുള്ളൂ. പിന്നെ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷനല്ല. ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ചിക്കൻ ടിക്ക മസാലയൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു തന്തൂറിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്, ഒരു ബേൺട്ട് സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചിക്കനെ ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താലല്ലേ ശരിക്കും ഒരു നല്ലൊരു സ്മോക്കി ഫ്ലേവർ നമുക്ക് വരും. അപ്പോൾ ഞാനുള്ള ചിക്കൻ എല്ലാം ഇതേമാതിരി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ ടേസ്റ്റ് സൂപ്പറായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് തേർഡ് പ്രോസസ്സിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ കുറച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ജീരകം ഇട്ട്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള നല്ല ബാരീക്ക് ചോപ്പ് ചെയ്തിട്ട് നമ്മളതിനെ സോട്ടേ ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആക്കണേ. ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് അതൊരു 5 മിനിറ്റ്സ് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1 മീഡിയം സൈസ് ടൊമാറ്റോ നല്ലപോലെ ബാരീക്ക് ചോപ്പ് ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് സോട്ടേ ചെയ്യണം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൗഡേർഡ് മസാല ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ഇടണം. അത് നമ്മൾ കുറച്ച് ലേറ്റർ സ്റ്റേജിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്കിവിടെ മസാല നല്ലപോലെ കുക്കായി എണ്ണയൊക്കെ ഒന്ന് പുറത്തേക്ക് വന്ന് തുടങ്ങുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവി ഇല്ലേ, നമ്മുടെ മഖനി ഗ്രേവി, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഞാൻ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണം ഗ്രേവിക്ക് അതിനനുസരിച്ച്. പിന്നെ ടിക്ക മസാലയുടെ ഇച്ചിരി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്തത്, അതും കംപ്ലീറ്റ്ലി ഓപ്ഷനലാണ്. അത് ആഡ് ചെയ്തില്ലെങ്കിലും അത്ര ഡിഫറൻസ് വരാൻ പോകുന്നില്ല. അപ്പം ടിക്ക മസാലയ്ക്ക് ഒരു ബോയിൽ വരുമ്പം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യും. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു, ആ മാരിനേഷൻ. അപ്പോൾ ആ മാരിനേഷനും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ സ്മോക്കി ഫ്ലേവർ ആക്കി റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ബോയിൽ വരാൻ കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് അതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ നേരത്തേക്ക് ഒരു ബോയിൽ വരും. അപ്പോൾ ഒരു ബോയിൽ വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിനി അതിനെ കുക്ക് ചെയ്യാൻ വെക്കാം. ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കമും ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ക്യാപ്സിക്കം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്പൈസ് അനുസരിച്ച്. പിന്നെ അതേ സ്റ്റേജിൽ തന്നെ കുറച്ച് കസൂരി മേത്തി നല്ലപോലെ
അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും നല്ല സൂപ്പർ ഫ്ലേവർ ആയിരിക്കും. പിന്നെ കുറച്ച് കൊറിയൻഡർ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് അതിനെ നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യ് മണ്ടയ്ക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഗ്ലേസ് കിട്ടാൻ വേണ്ടി. അപ്പം നമ്മളൊരു 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേജിൽ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് ഉണ്ട് ഞാനിതിനകത്ത്. ഫ്രഷ് ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് 2 മിനിറ്റ്സ് അതിനെ കുക്ക് ചെയ്താൽ മതി, ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്യണം, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്